ഓം നമോ നാരായണായ. മായാവിയും കാമരൂപിയുമായ മാരീചനെ കൊന്നതിനു ശേഷം ശ്രീരാമൻ ആശ്രമത്തിലേക്കു നടകൊണ്ടു. അല്പമകലെ ശ്രീലക്ഷ്മണൻ വരുന്നതു കണ്ടപ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. മായാസീതയെയാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നതെന്ന പരമാർത്ഥം ശ്രീലക്ഷ്മണൻ അറിഞ്ഞുകൂടല്ലോ. ശ്രീലക്ഷ്മണൻ അതറിഞ്ഞാൽ രാവണ നിഗ്രഹമെന്ന കാര്യം നടക്കുകയില്ല. അതിനാൽ പ്രാകൃതനെ പോലെ ദുഃഖിച്ചു സീതാന്വേഷണത്തിൽ ഏർപ്പെട്ടാൽ രാക്ഷസ രാജാവിൻ്റെ രാജ്യത്തിലെത്താം. അവനെ അവൻ്റെ കുലത്തോടുകൂടി നശിപ്പിക്കാം. അഗ്നിപരീക്ഷണമെന്ന വ്യാജേന പിന്നീട് സീതാദേവിയെ അഗ്നിമണ്ഡലത്തിൽ നിന്ന് കൈക്കൊള്ളാം. ഈ രീതിയിലാണ് ശ്രീരാമൻ വിചാരിക്കുന്നത്. സൂര്യവംശത്തിൽ മനുഷ്യനായി അവതരിച്ച എൻ്റെ ചരിത്രവും മായാവൈഭവങ്ങളും ഭക്തിപൂർവം കേൾക്കുന്നവർക്കും ചൊല്ലുന്നവർക്കും മുക്തി ലഭിക്കുമെന്നതിൽ സംശയമില്ല. ജാനകീദേവിയെ വെടിഞ്ഞു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നു രാക്ഷസർ അവളെ ഭക്ഷിക്കില്ലേ എന്നിങ്ങനെ ശ്രീരാമൻ ശ്രീലക്ഷ്മണനോട് ചോദിച്ചപ്പോൾ ജ്യേഷ്ഠൻ്റെ മുൻപിൽ വന്ന് തൊഴുത് ശ്രീലക്ഷ്മണൻ ആകെ വിവശനായി ദേവിയുടെ ദുർഗ്രഹവചനങ്ങളെപ്പറ്റി പറയുന്നു. നക്തഞ്ചരൻ്റെ ശ്രീരാമ ശബ്ദത്തിലുള്ള ലക്ഷ്മണ എന്നു വിളിച്ചു ഉള്ള ദീനരോദനം കേട്ടു തെറ്റിദ്ധരിച്ചു ജ്യേഷ്ഠനെ രക്ഷിക്കാൻ ദേവി അരുൾ ചെയ്ത കാര്യം പറയുന്നു. സീതാന്വേഷണം. രാമനും മായാമൃഗ വേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുര മെയ്തു കൊന്നു. വേഗന നടക്കൊണ്ടാനാശ്രമം നോക്കി രാഗമക്കതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം പാലകൻ വരവിഷദുരവെ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതു മറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കളമിവനെയും വഞ്ചിക്കെന്നാതെ വരും. രക്ഷോനായകൻ കൊണ്ടു പോയതു മായാസീത ലക്ഷ്മിദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാലി കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചു കൊള്ളൂ ജ്ഞാനം പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടി രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്വം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായമാനുഷനാകും എന്നുടെ ചരിതവും മായവൈഭവങ്ങളും കേൾക്കയും
ചൊല്ലുകയും ഭക്തിമാർഗണ ചെയ്യും ഭക്തന പ്രയാസന മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയമേതും. ആകയാലിവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെയെന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകാജാതികൾക്കെന്തോന്നരുതാത്ത അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രെ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹഹ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹഹ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു.